ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഞങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു, അതാ സംഭവിച്ചത്. ഇന്നത്തെ ദിവസമല്ല, നാളത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ത്രേസ്യാമ്മ? നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമാവുകയാണ്. 4 വർഷം, 4 ദിവസങ്ങൾ പോലെ കടന്നുപോയി അല്ലേ? ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. സത്യം. അപ്പൊ എന്തായാലും പക്ഷെ നാളെ ഞാനിവിടെ ഇല്ല. ഞാൻ നാളെ സൗദിക്ക് പോവാണ്. നാളെയല്ല, ഇന്ന് വൈകിട്ട് സൗദിക്ക് പോവാണ്. നേരത്തെ എടുത്തു വെച്ചൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. സാധാരണ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല അല്ലേ? ആഘോഷിക്കാറുണ്ടോ നമ്മള്? ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി പപ്പ അമ്മ ഒരു കേക്ക് വാങ്ങി തന്നു, അതൊന്ന് കട്ട് ചെയ്തു. അതല്ലാതെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞാല് ഞങ്ങള് ഒന്ന് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, വിഷ് ചെയ്യും, ചെറിയ കേക്കൊക്കെ മുറിക്കും. ചെറിയ കേക്ക് അല്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കും, അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ കഴിക്കും, ഒന്ന് പുറത്തു പോകും, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ കൂടുതലും ബർത്ത്ഡേകൾക്കാണ് കുറച്ചും കൂടെ അല്ലേ ഒരു ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വർഷവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചേക്കണേ. പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവളെന്റെ എന്താ പറയാ ബർത്ത്ഡേകളൊക്കെ ഓർത്ത് വെച്ച് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട്. അപ്പൊ എനിക്ക് ഡേറ്റ് ഇന്നേതാ ദിവസം എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല എനിക്ക്, സത്യം പറഞ്ഞാൽ. ഇന്ന് ഞാൻ ത്രേസ്യാമ്മയുടെ കോളേജിൽ, ത്രേസ്യാമ്മ പഠിച്ച കോളേജിൽ കഴിഞ്ഞ ദിവസം ഗസ്റ്റായിട്ട് പോയി. അപ്പൊ എന്റെ ഡയറിയിൽ അല്ല മറ്റേ കലണ്ടറിൽ ഡേറ്റും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ലൈബ്രറിയിൽ അവരുടെ ഒരു റിവ്യൂ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവസാനം അത് ഡേറ്റ് ചോദിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഡേറ്റ് ഓർത്ത് വെക്കുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ ബർത്ത്ഡേ വരെ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, എന്റെ ബർത്ത്ഡേ വരെ മറന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഓർമ്മക്കുറവുള്ള എനിക്ക് ഓർമ്മ കുറച്ച് കൂടുതലുള്ള ത്രേസ്യാമ്മേനാണ് കിട്ടിയേക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ബർത്ത്ഡേ ഒരു സെലിബ്രേഷനും അവളുടെ ബർത്ത്ഡേ ഒരു കരുദിനാവാറുണ്ട് മിക്കപ്പോഴും. കാരണം അവളുടെ മുഖം വളരെ രൂക്ഷമായിട്ടിരിക്കണ കാണുമ്പോഴും അവള് റിയാക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഞാൻ പലപ്പോഴും അറിയാറ്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാരണത്തിരുന്ന് തുടങ്ങുന്നത്. കാരണം ഇത് ഇറങ്ങി കഴിയുമ്പോൾ എന്നാൽ നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന് ഞങ്ങൾ ചിന്തിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ തുടങ്ങുകയാണ്. നമ്മുടെ ജോണുക്കുട്ടൻ പ്ലേ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതെ, അവന് ഔസുക്കുട്ടൻ അമ്മാമ്മയുടെ അടുത്താണ്. അപ്പോൾ എന്തായാലും ജോണുക്കുട്ടനെ നമുക്ക് പൊക്കിയിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുസൃതി കുടുക്ക ജോണുക്കുട്ടൻ്റെ പ്ലേ സ്കൂള്. അവനിന്ന് നല്ല ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ വിളിക്കാൻ ചെന്നപ്പോൾ അവനതൊരു സർപ്രൈസായി തോന്നുന്നുണ്ട്. ഞങ്ങളവനെ അങ്ങനെ ഇടയ്ക്കൊക്കെ പോയി വിളിക്കാറുമുണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ. എന്തായാലും ജോണൂസിനായിട്ട് നമുക്ക് യാത്ര പോവാം. അവൻ്റെ ചൈൽഡ് സീറ്റിൽ അവനെ കെട്ടിവെച്ച് നമുക്ക് യാത്ര തുടങ്ങാം. എത്ര നേരം ഇരിക്കുമെന്നൊന്നും അറിയില്ല, എന്തായാലും മാക്സിമം നേരം പിടിച്ച് കെട്ടി വയ്ക്കാം. ജോണൂസേ, ഇന്നെന്താ പഠിച്ചേ? ജോണു ABCD പഠിച്ചോ? ആഹാ, സൂപ്പറാണോ? നന്നായിട്ട് പഠിച്ചോ? പാട്ട് പഠിച്ചോ? പാട്ട് പഠിച്ചോ? ഏത് പാട്ടാ പഠിച്ചേ? വാലില്ല പപ്പടം, ആ പാട്ടാണോ? ഓ, ഇപ്പൊ ചെറുക്കനെ കിട്ടി, നമ്മള് പോവാണ്. ജോണുസ്, അമ്മയ്ക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലോ? അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാ മേടിച്ചു കൊടുക്കണ്ടേ? ചോക്ലേറ്റ് ആണോ? ജോണുസിനും വേണോ? ഈശ്വര, ഇപ്പൊ ഗിഫ്റ്റ് ഇതിപ്പോ ചെലവ് കൂടുമല്ലോ. ആളുടെ എണ്ണം കൂടിയിരിക്കാണ് ഗിഫ്റ്റിന് വേണ്ടിയുള്ളത്. ജോണിന് ഹൗസിനും വേണോ? ഈശ്വര, കുഴപ്പമില്ലടാ, മേടിക്കാം. അപ്പൊ നമുക്ക് തിരിക്കാം. ഓക്കെ, നമ്മളിപ്പോ ലുലു എത്താറായി. നമുക്കൊരു 10 മിനിറ്റ്സ് ഡ്രൈവ് കൂടെ ഉണ്ട്. എനിക്ക് ഉറക്കം വേണ്ടോ ത്രേസ്യാമ്മ? എന്താ ഇന്ന് 10 മണിക്കാണല്ലോ എനിക്ക്. ഞാൻ ഇന്നലെ രാത്രി 5 മണി വരെ ഇരുന്ന് കിഷ്കിന്ദ കണ്ടോ ഒന്നുകൂടെ കണ്ടു. ഏട്ടാ, നിനക്ക് എന്നോട് വിളിക്കായിരുന്നില്ലേ പറഞ്ഞ? നിന്നെയാ? പിന്നെ നിന്റെ കൂർക്കം വലി കേൾക്കാതിരിക്കാൻ വേണ്ടി ഹെഡ്ഫോൺ വെച്ചിട്ടിരുന്നാണ് കണ്ടോണ്ട്. പിന്നെ പോണത് വെറുതെ പറയാ, ഞാൻ കൂർക്കൊന്നും വിളിക്കാറില്ല. എടാ പുഷ്പ, കുഞ്ഞുമോന്റെ കൂർക്കമേലി ഞാൻ ഒരു ദിവസം റെക്കോർഡ് ചെയ്ത് വ്ളോഗ്. എനിക്ക് മൂക്കടപ്പം ജലദോഷമുള്ള സമയത്ത് ഞാൻ കൂർക്കൊന്നും വലിക്കാറില്ല, ചുമ്മാ പറയാട്ടാ. ചുമ്മാ ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കണ്ടതും പോരാ, എന്നിട്ട് എന്നെ സോ ബാഡ് എന്നെ വിളിക്കാതെ സിനിമ അതിനൊരു കാരണം കണ്ടു. നീ കൂർക്കൊന്നും വലിച്ചില്ല. പിന്നെ എന്താ എന്നെ വിളിക്കാതിരുന്നത്? വിളിക്കാതിരുന്നത് നല്ല ഉറക്കായിരുന്നു. നീ
എനിക്കപ്പോ ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ കണ്ടു. നല്ല പടാട്ടോ. ഓ ഒരു രക്ഷയില്ല, ഒരു രക്ഷ അങ്ങനെയല്ല. നല്ല നല്ല മേക്കിംഗ് ആണ് സിനിമയുടെ. നല്ല വളരെ അടുക്കും ചിട്ടയോട് കൂടി ചെയ്തൊരു സിനിമ. നല്ല സ്കോറൊന്നും ഒരു രക്ഷയില്ല. എല്ലാ രീതിയിലും നല്ല സിനിമ. ചില സ്ഥലങ്ങൾ നമ്മുടെ കണ്ണു നിറയും. ആസിഫിക്ക ചെയ്തു വെച്ചേക്കണതും വിജയരാഘവൻ ചേട്ടൻ ചെയ്തു വെച്ചേക്കണതും അതുപോലെ അപർണ ബാലമുരളി എല്ലാവരും അടിപൊളിയാണ്. പ്രത്യേകിച്ച് എന്താ പറയാ, ആസിഫിക്കയുടെ ചില സ്ഥലത്തെ എന്താ പറയാ ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ് പുള്ളിക്കാരൻ. അതായത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അതായത് ഒരാൾക്ക് വരുന്ന ഒരു എന്താ പറയാ ഒരു മാറ്റം ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് വളർന്ന് ഇപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു നല്ല നടന്ന് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്കാണ് ആസിഫൊക്കെ എത്തിയേക്കണത്. ഒരു രക്ഷയില്ല. നമ്മൾ എന്തായാലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ബോറടിച്ചിരിക്കല്ലേ? എനിക്ക് ബോറടിക്കല്ല, ഞാൻ വണ്ടി ഓടിക്കല്ലേ. 4 വർഷമായി നമ്മൾ കല്യാണം കഴിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയാലോ? ക്വിസ് കോമ്പറ്റീഷനാ? ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയാൽ നീ ജയിക്കുമോ ഞാൻ ജയിക്കുമോ? അതിനിവിടെ പ്രസക്തി ഇല്ല. അതിനിവിടെ പ്രസക്തി ഉണ്ട്. 4 വർഷമായില്ലേ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ചോദിക്ക്. ഫോർ എക്സാമ്പിൾ നീ ക്വസ്റ്റ്യൻ ആണ്. നീ ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഞാൻ കല്യാണത്തിന്റെ അന്ന്, നമ്മുടെ മാരേജിന്റെ അന്ന് ഉടുത്ത സാരിയുടെ കളർ. നീ വല്ല ജനറൽ നോളജ് ഒക്കെ ചോദിക്ക്. ജനറൽ നോളജോ? കല്യാണത്തിന് നീ സാരിയാണ് ഉടുത്തത്, നീ ഡ്രസ് ഉടുപ്പല്ലേ ഇട്ടെ? ഉത്തരം തെറ്റിയിരിക്കുന്നു. അല്ല, എൻഗേജ്മെന്റിനാണോ? എൻഗേജ്മെന്റിന് ഉടുപ്പട്ടെ. കല്യാണത്തിന് മറ്റേതാണോ മന്ത്രകോടി? മന്ത്രകോടി. നിങ്ങൾ വാങ്ങി തന്ന സാരി പത്രകോടിയുടെ കളർ ഒരു റെഡ് അല്ലേ? അപ്പൊ ഉത്തരം തെറ്റിയിരിക്കുകയാണ്. എന്ത് റെഡ് ആണ്? അല്ല, പിന്നെ ഓറഞ്ച്. ഉള്ളിക്കളറോ? അല്ലേ? അതെ. അത് പിന്നെ റെഡ് എന്നല്ല പറയാ. അത് റെഡ് അല്ല, പിന്നെന്താ? അതൊരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു റെഡ്. അത് തെറ്റി. റെഡ് അല്ല എന്തായാലും. എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും. അപ്പൊ ഉത്തരം തെറ്റിയിട്ടൊന്നുമില്ല. എന്താ പറയാ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ നിനക്കറിയില്ലാത്ത ചോദ്യം, ഉത്തരം അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഉള്ളിക്കളർ. അത് ശരിയല്ല, അത് ശരിയല്ല. അപ്പൊ ആ ചോദ്യം അസാധുവാണ്. എന്തായിരുന്നു ശരിക്കും ആ കളറിന്റെ പേരെന്താ? ഓക്കെ. കല്യാണത്തിന്റെ അന്ന് നമ്മൾ സ്റ്റേജിൽ വെച്ച് ലിവിച്ചിന് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നു. എല്ലാവരും റിക്വസ്റ്റ് ചെയ്തപ്പോ അതേതായിരുന്നു ആ പാട്ട്? മനോഹരി മനോരഥത്തിൽ മലരോടു മലർച്ചൂടും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? എല്ലാരും അന്ന് ഈ പറഞ്ഞ ആ പാട്ട് പാടിയതിന് ഒത്തിരി നിനക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയെന്ന് പറഞ്ഞില്ലേ? നിനക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നാണ്ട്. മേക്കപ്പ് ഒലിച്ചു പോയെങ്കിലോ എന്ന് കരുതി ത്രേസ്യാമ്മ കരയാതെ പിടിച്ചു തന്നു. ഓ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വരാറുണ്ട്. പൊതുവെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനും അങ്ങനെ കരയാറില്ല. പക്ഷെ ഞാൻ കരയും സിനിമ കാണുമ്പോൾ. അതായത് ഇപ്പൊ ഞാനും ത്രേസ്യാമ്മയും കൂടെ ഒരുമിച്ച് സിനിമ കാണാതിരിക്കുകയാണെങ്കിൽ എനിക്ക് ടെൻഷനാ. ഈ കരച്ചിൽ സീൻ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെ വരുമ്പോൾ എനിക്ക് ടെൻഷനാ. കാരണം ഇവിടെ എന്റെ നേരെ നോക്കിയിരിക്കും ദുഷ്ട, ഞാൻ കരയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് അവർക്ക് എന്നെ കളിയാക്കാൻ. ഹൃദയമൊക്കെ ഉണ്ടോന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണതാ. കരയാന്ന് എനിക്ക് കണ്ണു നിറഞ്ഞു ഒരു സിനിമ കണ്ട. എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കേ. നിന്റെ അടുത്തൊരു ചോദ്യം. നിനക്ക് ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും ഓർമ്മയുള്ളത് കൊണ്ട് ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നീ അതിന്റെ ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. എന്നാലും ചോദിക്കൂ, ഓർമ്മ നോക്കാം. ഞാൻ ആദ്യമായിട്ട് എന്താ പറയാ ഞാൻ നിന്നെ വിഷമിപ്പിച്ചത് എന്നാന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് വിഷമിപ്പിച്ചത് വിഷമം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയൊന്നും അല്ല. ആദ്യത്തെ ദിവസം കണ്ടപ്പോ വിഷമിച്ചോ നീ? എന്റെ കോലം കണ്ടിട്ടാണോ? അല്ല, എന്നെ കാത്തു നിർത്തിച്ചു 6 മണിക്കൂർ. അന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. അതായത് അത് കൊറോണയുടെ സമയമായിരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കാണാൻ വന്നത്.
അപ്പൊ നമ്മളിങ്ങനെ കാണാൻ വന്നപ്പോ ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ നിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലും വലിയ വിഷമം എനിക്ക് ആ സമയം. അതെന്താന്നറിയോ, ഇപ്പൊ അതൊക്കെ ശരിയാണ്. ഞാനന്ന് എനിക്ക് പൊതുവേ ഇപ്പോഴാണ് ഞാൻ പിന്നെയും കൃത്യ സമയത്തൊക്കെ ചെന്ന് തുടങ്ങിയത്. പണ്ട് പൊതുവേ എനിക്ക് ഇപ്പോഴും ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എനിക്കതറിയില്ലായിരുന്നു. ആ കൂടെ ത്രേസ്യാമയാണെങ്കിൽ എന്നെ കാണാനുള്ള അതിയായ ആഗ്രഹം അതൊന്നല്ല, എന്റെ അമ്മ എന്നോട് ആ സമയത്ത് ഇങ്ങനെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ നേരത്തെ വന്നു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ വരുമ്പോ അമ്മയ്ക്ക് എന്നിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക്, അമൃത ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയി. നിങ്ങൾ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിർത്തിപ്പോയത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലീച്ച വന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ചെല്ലുമ്പോ ത്രേസ്യാമ ഇങ്ങനെ നിക്കാണ് അവിടെ എടപ്പള്ളി ടോളിന്റെ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിലല്ലേ, ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറക്കി വിട്ടിട്ട് അവരുടെ വഴിക്ക് പോയി. ഞാൻ അന്ന് ഏത് ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു? അന്ന് നീ ഒരു ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, അന്ന് എനിക്ക് ചുരിദാറല്ലേ, ചുരിദാർ ഒരു എന്താ പറയാ ബ്രൗൺ പോലത്തെ ഒരു കളറുള്ള ഒരു ചുരിദാർ അല്ലേ? ഷോൾ ഇല്ലായിരുന്നു ചുരിദാറിന്, ഷോളില്ല, കുർത്തിയായിരുന്നു. അപ്പൊ അതാണ് നീ എന്നിട്ട് അപ്പൊ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. അതെ, അപ്പൊ അതാണ് ഞാൻ അന്നിട്ടിരുന്നത്. അല്ല നീ അന്നിട്ടിരുന്നത്. അന്ന് ഞാൻ എന്തിട്ടിരുന്നത്? വൈറ്റ് ഷർട്ട് ഞാൻ വാങ്ങി തന്നെ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തായിട്ടിരുന്നത് എനിക്ക് ഓർമ്മയില്ല. അന്ന് അതിട്ടുണ്ടായിരുന്നേ, കാരണം ഫിനാലെ കഴിഞ്ഞിട്ടായിരുന്നു. ഫിനാലെ കഴിഞ്ഞിട്ടാണോ നമ്മൾ കണ്ടേ? ആദ്യമായിട്ട് അതെ സരിഗമപ്പയുടെ ഫിനാലെ ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ അവളെ വിഷമിപ്പിച്ചോടി. അന്ന് നിന്നെ ഞാൻ കുറച്ച് ദേഷ്യം, അതായത് ത്രേസ്യാമ കാറിനകത്തേക്ക് കയറി വന്നിട്ട് കാറിനകത്തിരിക്കുമ്പോ, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായില്ല. നിനക്കുണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നില്ല. നമ്മള് കൊറേ നാളായിട്ട് പരിചയമുള്ള പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. കൊറേ നാളായിട്ട് നമുക്ക് ഒരുമിച്ച് നമുക്കറിയാം, നമ്മള് സംസാരിച്ച് നമ്മള് തന്നെ തമ്മിൽ എനിക്ക് തോന്നുന്നു നമ്മള് ചെറുപ്പം മുതലേ പരിചയമുള്ള പോലെയാണ് പെരുമാറുക. പിന്നെ ത്രേസ്യാമ കാറിനകത്ത് കയറിയിട്ട് എന്നെ സ്കാനിങ് ആയിരുന്നു ഫുള്ള്. ഇത് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണോ, ഇങ്ങനെ തന്നെയാണോ? നെറ്റിലൊന്നും ഇത്രയും പാടൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴത് ഇപ്പൊ നിങ്ങക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവും അറിയില്ല. നിറയെ പാടൊക്കെയാണ്, പാവം കുട്ടി. അതെ, ശരീരമാസകലം. എനിക്ക് ഈ പുറകെ കിടന്നുറങ്ങുന്ന ജോണിനെ കാണുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇതിന്റെ അതേ സ്വഭാവ. ഞാൻ മോനോട് പറയും, മോനെ ഇനി നിന്റെ നെറ്റിയിലും കൂടി ഇങ്ങനെ ഒന്നും വരുത്തരുത്. ജോണൂസ് ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ നിന്ന് ഓരോന്ന് ഒപ്പിച്ചിട്ട് വരും. പക്ഷെ എവിടെന്നാന്ന് ചോദിച്ചാലും ജോണസ് പറയത്തില്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. നീ ചോദിക്കും, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, അടുത്ത നീ ചോദിക്കും. ഞാൻ ആദ്യമായിട്ട് ലൂസിന് എന്താണ് ഫുഡ് കുക്ക് ചെയ്തത്, എന്താണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി തന്നത്? ഒരുപാട് നല്ലതാണെങ്കിലും ഒരുപാട് മോശമാണെങ്കിലും ആണ് നമ്മൾ ഓർത്തിരിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്താണ് എനിക്ക് കുക്ക് ചെയ്ത് തന്നെ? എന്നായിരുന്നു എനിക്ക് നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറിയതിനു ശേഷമായിരിക്കും. എനിക്ക് മനസ്സിലായി. ഇവള് ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാതെ ചട്ടിയിൽ വേവിച്ച് എനിക്ക് കൊണ്ട് തന്നു. അത് ആ കഴിച്ച എന്റെ പല്ല് പോവാത്തത് ഞാൻ പറയട്ടെ, അത് കഴിച്ച എന്റെ പല്ല് പോവാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ അതിന്റെ സ്റ്റോറി. അതായത് ഞാൻ ഇങ്ങനെ അമ്മ ഗ്രീൻ പീസ് എടുത്ത് ചട്ടിയിൽ ഇങ്ങനെ വറക്കുന്നത്, ഇങ്ങനെ ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഓർമ്മ ഇത് വെള്ളത്തിലിടണമെന്ന് ഞാൻ അറിയാം, വെള്ളത്തിലിട്ട് വെക്കണം, പിന്നെ ഇതിങ്ങനെ കുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഞാനത് കുറെ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനത് സവാളയൊക്കെ ആക്കി ഇങ്ങനെ അതിൽ കിട്ടു. അല്ലാതെ ഇത് കുക്കറിൽ അടിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാനത് ഇട്ടിട്ട് എന്തോരം ഇളക്കിയിട്ട് ഇത് ആവണില്ല. അപ്പൊ ഞാൻ കുറെ വെള്ളം ഒഴിക്കും, ആ വെള്ളം മറ്റട വരെ വേവിക്കും, ഇതങ്ങനെ ആവണില്ല. എന്നിട്ട് പിന്നെ ഞാനത് ഇറക്കി വെച്ചിട്ട് ലൂച്ചോട് പറഞ്ഞു, ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കിയതായിരുന്നു. ചേച്ചി പറഞ്ഞു ഒന്നും നോക്കണ്ട, ചട്ടിയോടെ കളഞ്ഞു. അതാണ് എന്റെ ഓർമ്മയിൽ എനിക്കുള്ളത്. ഞാൻ ആദ്യം കുക്ക് ചെയ്തത്, പിന്നെ ശരിയായി. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഇഡലി ഉണ്ടാക്കി, അതൊക്കെ അങ്ങ് ശരിയായി. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായില്ല. പുതുതായിട്ട് ട്രൈ ചെയ്ത ഓർത്തിരിക്കാൻ. പിന്നെ നമ്മൾ പുതിയതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ചില ഒരു 50% അത് പാളാനും 50% അത് വർക്കൗട്ട് ആവാനുള്ള സാധ്യതയാണ്. ഓക്കെ, എനിക്ക് ആദ്യം ലഭിച്ച വാങ്ങി തന്ന ഡ്രസ്സ് മന്ത്രകോടി അങ്ങനെയല്ല പറയണേ, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യം വാങ്ങി തന്ന ഡ്രസ്സ് പെട്ടെന്നായിക്കോട്ടെ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ട്രെൻഡ്സിന്ന് മേടിച്ച ഒരു ടോപ്പാണോ? അല്ല, ഉത്തരം വീണ്ടും തെറ്റിയിരിക്കുന്നു ഗൈസ്. അല്ല, നമ്മൾ ഫസ്റ്റ് ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്റർവ്യൂവിൽ നമ്മൾ ലിബിൻസ് കറിയ അല്ല, അത് ട്രെൻഡ്സ് നല്ല ലൈഫ് സ്റ്റൈൽ നടത്താം.
ഓ എന്തായാലും ഇപ്പൊ എന്താ സാധനം തന്നെയല്ലേ ഉദ്ദേശിച്ചത്. ഉത്തരം തെറ്റിച്ചിട്ട് ന്യായീകരിക്കുന്നു, അത് തെറ്റായിരുന്നു. അപ്പൊ ഉത്തരം തെറ്റിയിരിക്കുകയാണ്. അത് അവിടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു ഷർട്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട്. അത് ഉത്തരം തെറ്റിയിട്ടൊന്നുമില്ല. ഇതെന്താണെന്നറിയോ, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിയല്ല, അതാണ് ഇതിനകത്തെ കാര്യം. ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് ഒന്നല്ല, എനിക്ക് ഇപ്പൊ തോന്നിയ ഐഡിയ നമുക്ക് 4-5 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ അങ്ങ് പോയാലോന്ന്. അപ്പൊ നമ്മള് ലുലുവിന്റെ അവിടെ എത്തിയാകതെ അങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ലുലുവിലെത്തി കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു കാര്യം കണ്ടത്. നമ്മുടെ ജോണുവിൻ്റെ കയ്യിലൊരു പഴം. ഈ പഴം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് തുടങ്ങി അവൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ. അപ്പോഴാണ് കണ്ടത് അവൻ അവിടെ പഴങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതിനകത്തുനിന്ന് നൈസായിട്ട് ആരും അറിയാതെ പഴം മോഷ്ടിക്കുന്നു. ആ പഴം കാരണം ഇവന് ഹൈറ്റ് കുറവായതുകൊണ്ട് ആരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവൻ അതിനിടയ്ക്ക് പഴം ഒരെണ്ണം അടിച്ച് മാറ്റി അത് എന്താ പറയുക, സ്വന്തം വീട്ടിലെ എന്ന പോലെ അത്രയും അധികാരത്തോടു കൂടിയാണ് അവൻ ആ പഴം പൊളിച്ച് കഴിക്കുന്നത്. എന്തായാലും യൂസഫ് അലി സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു പഴത്തിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ കാശ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ അവൻ കൂടുതൽ പഴം അടിച്ചു മാറ്റാതിരിക്കാനായിട്ട് ഞങ്ങൾ അവനെ പിടിച്ച് വണ്ടിയിലിരുത്തി അത് തള്ളി ഇങ്ങനെ പോവുകയാണ്. അടുത്ത് എന്തെങ്കിലും പരിപാടികൾ, എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട്. ഇതിനിടയിൽ അവനൊരു കിൻഡർ ജോയ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സാധാരണ അവന് കിൻഡർ ജോയ് അല്ലെങ്കിൽ ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ഇന്നൊരു കുട്ടി കഴിക്കണ കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ അവനും ഒരാഗ്രഹം. അങ്ങനെ അവനതൊരു കിൻഡർ ജോയ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പാണ്. വെസ്റ്റ് സൈഡിലെ നല്ല ഡ്രസ്സുകളൊക്കെ കണ്ട് നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയി. കഴിഞ്ഞ ദിവസം ഒരു 3-4 ടീഷർട്ട് എടുത്തുകൊണ്ട് പിന്നെ ഒരു പുതിയ ടീഷർട്ടിന് സ്കോപ്പില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അമ്മയ്ക്ക് വേണ്ട. അങ്ങനെ ലുലുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് കലൂരുള്ള 5G സ്റ്റോറിലേക്കാണ്. ഒരു iPhone 16 Pro Max മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ത്രേസ്യാമ്മയുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോൺ. അപ്പോൾ നമ്മൾ ഫോൺ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഫോൺ മേടിച്ചപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാനൊരു ചെറിയൊരു ഫോണാണ്. ചെറിയ ഫോൺ പറഞ്ഞാൽ ഐഫോൺ തന്നെയാണ്, എന്നാലും iPhone 11 Pro ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ത്രേസ്യാമ്മ കുറേ നാളായിട്ട്, എനിക്കൊന്നും ഒരു 2-3 വർഷമെങ്കിലായിട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലിവിച്ച ഈ ഫോണൊന്ന് മാറിക്കോ, ലിവിച്ചൻ വേറൊരു ഫോൺ മേടിച്ചോന്ന്. കാരണം ചില സമയത്തൊക്കെ അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ, അതായത് ബാറ്ററി ഒക്കെ മാറ്റുണ്ടാക്കുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് എനിക്ക് പക്ഷെ അത് മാറാനായിട്ടൊരു മടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഇറങ്ങുന്ന ഫോണിനെല്ലാം കാർ ഇതേ പോണു കേട്ടാ, എത്ര കാറാ പോണത്, കുറേ കാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ചെറിയ ഫോണുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് മാറാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് എന്താ പറയുക, എനിക്ക് പുതിയ ഫോണോട് താല്പര്യമില്ല, എന്നാലും അവളുടെ ഒരു ആഗ്രഹം, ഞങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്, ഞങ്ങൾക്ക് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു നല്ല ഫോൺ എടുക്കാമെന്ന് കരുതിയാണ് iPhone 16 Pro Max ഞങ്ങൾ മേടിച്ചു. ഇതില് കോമഡി എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും അവരുടെ സ്വന്തം ഫോൺ മാറ്റാൻ പറ്റില്ല. എന്റെ ഫോൺ iPhone SE 2020 ആണ്. എന്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഹാൻഡി കുഞ്ഞു ഫോൺ. ആദ്യത്തെ ഫോൺ ഇരിക്കുന്ന പുത്രൻ ഇവൻ അടിച്ചു പൊട്ടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വേറെ ഫോൺ മേടിക്കാടെന്ന് പറഞ്ഞിട്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ്. അപ്പൊ എന്തായാലും ആ ഫോൺ എന്തായാലും അവിടെ മാറില്ല, ഇത് മാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു SE 2020. എനിക്ക് അത്ര ഇഷ്ടം. ഭയങ്കര കുഞ്ഞാ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവുന്ന അറിയില്ല, ഭയങ്കര ഫോണിന്റെ റിവ്യൂ ആണത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ നമുക്കൊരു പള്ളിയിൽ പോണം. കാരണം ഞാൻ പാട്ട് പാടണം. അപ്പ പാട്ട് പാടി, ഓ എന്റെ പാട്ടല്ല, അവന് പാട്ട് വെക്കണം. അപ്പൊ ഞങ്ങൾ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെയാണ് പോവാറ്, പക്ഷെ ഇന്ന് നമുക്ക് എന്തായാലും കുറച്ച് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പോകാൻ കരുതി. അപ്പോൾ എന്തായാലും ഉച്ചയിൽ വൈകിട്ട് പോകാൻ കരുതി. അപ്പോൾ ജോണൂസിന്റെ യൂണിഫോം ഒക്കെ മാറ്റി മെടുക്കിനാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ചെറിയൊരു, ഞങ്ങളങ്ങനെ ഞാൻ പറയാം, ഒരു കപ്പ് കേക്കൊക്കെയാണ് മുറിക്കാറ്. അപ്പോൾ ഒരു ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ഞാൻ സൗദിക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ കൂടുതൽ പേരും അവരുടെ ആ ഒരു ജീവിതം ആരംഭിച്ചിട്ടുണ്ടാവുക ഒരു പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം, നമ്മൾ ആ ഒരു വിവാഹ വാർഷിക ദിവസം നമുക്ക് ഒരു അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു തുടക്കം മുതൽ ഇന്നേ വരെയുള്ള യാത്ര നമുക്കൊന്ന് ഓർമ്മിക്കാനും നമ്മൾ ആ ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും നമുക്ക് കൂടുതൽ തിരുത്തലുകളും അതുപോലെ കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളോ? നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കേക്ക് ഷോപ്പാണ്. ഞങ്ങൾ മിക്കപ്പോഴും കേക്ക് ഇവിടെ നിന്നാണ് വാങ്ങാറ്. കാരണം ഞങ്ങൾക്കിത് അടുത്താണ്, അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ എളുപ്പമാണ്, പിന്നെ നല്ല കേക്കുമാണ്.
ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയാലോ എന്നൊക്കെ കരുതിയാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ല, തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ കയറിയിരുന്നു. പിന്നെ ഈ കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞങ്ങൾ പൊതുവേ അങ്ങനെ കേക്കിനോട് വലിയ താല്പര്യമുള്ള ആളുകളല്ല. പക്ഷേ കേക്കിനോട് ഇഷ്ടമുള്ള ഒരാൾ ജോണൂസാണ്. അതുകൊണ്ട് ഞങ്ങൾ ജോണൂസിനൊരു ഫുൾ പീസ് കേക്കും ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു പീസ് കേക്കുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ത്രേസ്യാമയ്ക്ക് പിന്നെയും കുറച്ചുകൂടി ഇഷ്ടം ചോക്ലേറ്റ് കേക്കാണ്. അങ്ങനെ അതുകൊണ്ട് ചോക്ലേറ്റ് വാങ്ങി. എന്തായാലും ജോണൂസ് ഇന്ന് ഹാപ്പി ആയിരിക്കും. കുഞ്ഞ് കേക്ക് വാങ്ങിയത് കൊണ്ടാണോന്ന് അറിയില്ല, കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ജോണൂസിനോട് കേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാം. സൂപ്പർ. അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ആഘോഷം എന്നൊന്നും പറയാനില്ല, ഞങ്ങൾ വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നവർ. അപ്പം ഞാൻ ത്രേസ്യാമ്മയോട് ചോദിച്ചേടി നമുക്ക് വേണോ ഇങ്ങനെ ഒരു വെറുതെ വീഡിയോ എടുക്കണോ? നമ്മൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ലളിതമായി പോയി ആളുകൾക്ക് തോന്നിയെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ലാവർക്കും അത് കാണാൻ ഇഷ്ടം ഉണ്ടാവും. കുറേ ആളുകൾ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെഡിങ് ആനിവേഴ്സറി എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ അവൾ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്തതാണ്. ഒരു ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് അല്ലേ, എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തേക്ക് വെച്ച് ഏറ്റവും വലിയ കേക്ക് ഇതാണ് അല്ലേ? ചുമ്മാ കപ്പ് കേക്ക് ഒക്കെ മുറിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ. അപ്പം എന്തായാലും കുറച്ചും കൂടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും. കുറച്ചുകൂടെ ഞങ്ങള് പള്ളി പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല. പിന്നെ കേക്ക് മുറിച്ചു. എനിക്കാണെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഏകദേശം അവസാനിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ പറഞ്ഞു 1-2 ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ചു. ഇപ്പം ഇത്രയും 4 വർഷമായി, 4 വർഷം കൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഞാൻ അത്ര പ്രിപ്പയർഡ് ഒന്നല്ല, നമുക്കിപ്പോൾ ഓർമ്മ വന്ന ക്വസ്റ്റ്യൻസ് അങ്ങ് ചോദിച്ചു പോകാം. 4 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷം. അതെ. അപ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയ ഒരു മൊമെന്റ്? സന്തോഷമായിട്ട് ഒരുപാട് മൊമെന്റ്സ് തോന്നിയിട്ടുണ്ട്. ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ എന്നാലും നീ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വളരെ അടിപൊളി ചോദ്യങ്ങളൊക്കെ ആണോ? സ്ഥിരം സാധനം. ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ് ചോദിച്ച സ്ഥിതിക്ക് ത്രേസ്യാമ്മേനെ ഞാൻ അപമാനിക്കുന്നില്ല, ഞാൻ അതിന് ഉത്തരം പറയാം. ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷമാണെങ്കിൽ പല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 2 മൊമെന്റ്സ് ആണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആദ്യത്തത് ജൂണും ഉണ്ടായത്, രണ്ടാമത്തെ അവസം ഉണ്ടായത്. അവസം ഉണ്ടായപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ അവനെ റിസീവ് ചെയ്യുന്നത് ഞാനാണ്. പക്ഷേ ജൂൺ ഉണ്ടായ സമയത്ത് എന്ന് പറഞ്ഞാൽ ത്രേസ്യാമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. സാധാരണ അങ്ങനെ പോകുമ്പോൾ അവർ ചെറിയ ചെക്കപ്പൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ വിടാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ പോയി. ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പറഞ്ഞത് അത് കുറച്ച് പ്രശ്നമാണ്, അവിടെ തന്നെ അവൻ്റെ കോഡ് കുടുങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഉടൻ തന്നെ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു, കാരണം വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ആ പ്രോഗ്രാമിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ആൺകുട്ടിയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കോവിഡിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു പേരൻറ്ഹുഡിലേക്ക് കയറുകയാണ്. അപ്പോൾ എന്താണ് ഒരപ്പൻ ഒരു മകൻ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താണ്? ഒരുപക്ഷെ അമ്മമാർക്കത് കുറച്ചും കൂടെ അടുത്തറിയാൻ പറ്റും. കാരണം അവരുടെ കയ്യിലേക്ക്, അവരുടെ നെഞ്ചത്തേക്കാണ് അല്ലെങ്കിൽ അവരുടെ മാറിലേക്കാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇതിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. അപ്പം ഞാൻ അന്ന് അമല ഹോസ്പിറ്റലായിരുന്നു. വൈകിട്ട് വന്ന് ഞാൻ ആരും കാണാതെ ഒളിച്ച്, അതായത് ലിറ്ററലി ഒരു കള്ളൻ കയറുമ്പോഴാണ് ഹോസ്പിറ്റലിനകത്ത് കയറി മോനെ കാണണം. അപ്പോൾ ആ ഒരു മൊമെന്റാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസം ഉണ്ടായപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്ന മൊമെന്റാണ് ഏറ്റവും ഇതായിട്ട് വന്നത്. ഇനി എന്റെ ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയാം. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ജോൺ ഉണ്ടായതൊക്കെ എനിക്ക് ഭയങ്കര അല്ല, ഞാനല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കണേ, നീ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ ആൻസർ പറയണം. ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ലഭിച്ചു. അപ്പൊ
അത് ഇത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ജോൺ ഉണ്ടായതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ലേബർ പെയിനൊക്കെ വന്ന് ലേബർ റൂമിൽ നിന്നാണ് എന്നെ സി സെക്ഷനിലേക്ക് മാറ്റണമൊക്കെ. അപ്പൊ ആ വേദനയും സഹിച്ചു എല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ജോണിനെ കണ്ട ഒരു നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലിവിച്ചനൊരു ജെയ്ക്സാട്ടിന്റെ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടി. അപ്പൊ ആദ്യം കടുവേല പാട്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാപ്പൻ മൂവിയിലേക്ക് ഒരു പാട്ടിന് അവസരം കിട്ടി. അപ്പൊ അതിന് ആദ്യം ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അത് ശരിക്കും പാടാൻ വിളിച്ചപ്പോൾ ലിവിച്ചന്റെ തൊണ്ടയിൽ ശബ്ദമില്ല. അങ്ങനെ ജെയ്ക്സാട്ടിന് അതൊരു 2-3 days ഒക്കെ വെയിറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ലിവിച്ച് പാടാൻ പോകുമ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും അത് എനിക്ക് കൊറോണ വന്നായിരുന്നു. അപ്പൊ അത് ലിവിച്ചിന് കിട്ടി. ടെസ്റ്റ് ചെയ്തില്ല. പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും തേർഡ് വേവ് വന്നിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു ഷോ കഴിഞ്ഞിട്ട് വരുമ്പോ ഇവള് എന്നെ നിർബന്ധിച്ച് വാലിച്ച എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തി. അപ്പൊ എന്റെ കൂടെ ഇരുന്നപ്പോഴായിരിക്കും കിട്ടിയത്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഈ പാട്ട് പാടാൻ പോകുമ്പോ രാവിലെ ഇങ്ങനെ കാറ്റ് പോലെ ഇങ്ങനെ അപ്പൊ എനിക്ക് അത്രയും ഞാൻ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഇത് ശരിയാവണേ. അത് കഴിഞ്ഞ് പാട്ട് പാടി ലിവിച്ച് വന്നിട്ട് ഞാൻ പാടിയിട്ടുണ്ട്, എനിക്ക് അറിയില്ല പാട്ട് സിനിമയിൽ വരുമോ എന്നൊക്കെ അത്രയും വിഷമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അത്രയും ലെജൻഡ് ആയിട്ടുള്ളൊരു സുരേഷ് ഗോപി സാറിന്റെ പടത്തിലൊരു പാട്ട് വന്നു. ആ പാട്ട് നിങ്ങൾ കേട്ടു നോക്കണം, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അത് അവിടുന്ന് പോയ ഒരാളല്ല, അത് ദൈവത്തിന്റെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റ് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു അത് കഴിഞ്ഞു വന്നിട്ടും ശബ്ദം ഉണ്ടായിരുന്നില്ല. അതാണ് അതിലത്തെ ഏറ്റവും വലിയൊരു. അത് ഞാൻ എന്തൊക്കെയോ നേസൽ സ്പ്രേയോ അതുപോലെ ത്രോട്ടിൽ എന്തൊക്കെയോ വരിച്ചു വരെ കിട്ടുന്ന എന്തായാലും പാട്ട് നന്നായിട്ട് പാടാൻ പറ്റി. തിരിച്ചു വന്നിട്ടും പിന്നെ 3-4 ദിവസം ശബ്ദം ചെറിയ ടോണാലിറ്റി ഡിഫറൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമുണ്ടല്ല, നന്നായിട്ട് പാടിയ പാട്ട്. ആ പാട്ട് വന്നു, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ്. അതാണ് നിനക്ക് ഏറ്റവും സന്തോഷം കിട്ടിയത്. കാരണം അവള് ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക്. കാരണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടി എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പാടാൻ പോകുന്ന സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര സങ്കടം. കാരണം അവള് വിളിച്ചു വരുത്തി കാരണം ഞാൻ ഒരു ഷോ കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലായിരുന്നു പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവള് വാലിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ ഗുരുവായൂർ പോയിട്ട് ഇത് മേടിച്ചു. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പ്രശ്നമായി തുടങ്ങി. കോവിഡ് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നാ പിന്നെ ഏറ്റവും വിഷമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ 4 കൊല്ലം സങ്കട പരിപാടികൾ നമുക്ക് ഈ സന്തോഷ ദിവസം വേണോ? എന്നാലും കുഴപ്പമില്ല, പറയാല്ലേ. ഏറ്റവും വിഷമം തോന്നിയ ഒരു മൊമെന്റ്? വിഷമം എന്ന് പറഞ്ഞാല് എനിക്കങ്ങനെ ഉള്ളിൽ തട്ടി പെട്ടെന്ന് അങ്ങനെ സിനിമ കാണുമ്പോൾ ഒക്കെ ഇരുന്ന കാര്യമൊന്നും അല്ലാണ്ട് ഉള്ളിൽ തട്ടി അങ്ങനെ പെട്ടെന്ന് സങ്കടങ്ങളോ സന്തോഷം അതിഭയങ്കരമായ സന്തോഷങ്ങളോ ഒന്നും വരാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും ഞാൻ തകർന്നു പോയൊരു സമയമുണ്ട്. മാനസികമായിട്ട് മെന്റലി ഞാൻ എന്താ പറയുക ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുള്ള ഒരു സമയമാണ്. അതായത് ജോണുവിനെ ഞങ്ങളൊരു ദിവസം പനി പിടിച്ചു. അവന് അറിയില്ല, 2-3 ദിവസമായിട്ട് ഇങ്ങനെ പനി മാറാതായപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ കൗണ്ട് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് കയ്യിലേക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ട്, അത് ഒരാവശ്യമില്ലാത്തൊരു പരിപാടിയാണ്, ഈ വലിയ ഡോക്ടർ കളിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് ഈ റിസൾട്ടിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ലിവർ ഫങ്ഷൻസിന് പ്രശ്നമുള്ള ആളുകൾക്ക് ആണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കണ്ടു. എനിക്കാകെ ബുദ്ധിമുട്ടായി പോയി. കാരണം പനി മാറാതെ ഇങ്ങനെ നിൽക്കുക, അപ്പോൾ ഇവരൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ആകെ ഒന്നും പറയണ്ട, ഒരു 15-20 മിനിറ്റ് ഞാനാകെ എന്ത് ചെയ്യണം എന്ന് പറയുക കണ്ണൊക്കെ നിറഞ്ഞു വന്ന് ആകെ ബുദ്ധിമുട്ടായി പോയി. അവസാനം ഡോക്ടർ വീട്ടിൽ പോയിരുന്നു. അത് വൈകിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഡോക്ടർ എന്നിട്ട് പറഞ്ഞു കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ആള് ഫോൺ ചെയ്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞു അത് ഇൻഫെക്ഷൻ കൗണ്ടാണ്. അതായത് പനി വരാൻ കാരണമാകുന്ന ഇൻഫെക്ഷൻ്റെ കൗണ്ട് കൂടുമ്പോൾ നമ്മുടെ ഈ ലിവർ ഫംഗ്ഷൻ ഇങ്ങനെ ലിവറിൻ്റെ എന്തോ ഒരു എൻസൈം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ്, അത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആകെ നമുക്കൊരു സമാധാനം. അതാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു തകർന്നു പോയൊരു സമയം എന്ന് പറഞ്ഞാൽ ഉള്ളത്. പിന്നെ നിനക്ക് എന്താണ് ഒരു വിഷമം? ഞാൻ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇത്രയും 4 വർഷം കൊണ്ട്. വിഷമങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ വേണം, ഇല്ലെങ്കിൽ അതൊരു ദാമ്പത്യ ജീവിതമല്ല. വിഷമം എനിക്കങ്ങനെ ഒന്നും ആലോചിച്ചിട്ട് ശരിക്കും കിട്ടില്ല. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്നെ ആലോചിച്ചു, ദൈവം ഞാൻ എന്ത് പറയുന്നു, ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് അങ്ങനെ ദൈവം സഹായിച്ച അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അത് മാറാത്തൊരു വിഷമമായിട്ട് മാറാത്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷമങ്ങൾ അവിടെ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ മാറാതെ നിൽക്കുന്നതിന് കാരണം നമ്മുടെ പാർട്ട്ണറും കൂടെ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായി, അത് ഞാൻ നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഉള്ള സ്പേസ് വേണം. നമ്മൾ തമ്മിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ അത് ആ വിഷമം അവിടെ അവസാനിക്കും, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നിലനിൽക്കാതെ പോകാനുള്ള കാരണം നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ്
ഗ്യാപ്പുണ്ടോ? ഇല്ല, അല്ല എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിഷമമൊന്നുമില്ല എനിക്ക്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായാലും അത് അന്നേരം എന്നെ പറഞ്ഞു തീർത്ത് അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമമൊന്നും എനിക്ക്. ഞാനാട്ടോ കൂടുതലും അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കണം. എനിക്ക് അധികം നേരം കൂടിയിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാനിങ്ങനെ വലിയ വെയിറ്റ് ഒക്കെ ഇട്ട് നടക്കും, അതിങ്ങനെ മേടിക്കും. അത് ഒരു എന്താ പറയാ ഭയങ്കര ഒരു കഴിവാണ് ലൂച്ചൻ്റെ. ലൂച്ചൻ എന്റെ പുറകെ വന്ന് ഇങ്ങനെ പറയും ത്രിസേമ സാരില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന ലൂച്ചൻ തന്നെ ആയിരിക്കും, ഇത് വേറെ കാര്യം. അപ്പൊ അത് അങ്ങനെ വിഷമം ഒന്നും പറയാനില്ല, വെറുതെ നമ്മൾ ഉണ്ടാക്കിയ ഒരു കാര്യം പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീ പിന്നെ എന്തിനാ ചോദ്യം ചോദിച്ചത്? ഒരേ ആവശ്യമില്ലാത്തൊരു ചോദ്യം വരുന്നത്. എന്നാ ശരി, പ്രൗഡായിട്ട് തോന്നിയൊരു മൊമെന്റ് എന്നെ കുറിച്ച് എന്ത് പറയും നിങ്ങൾ? പ്രൗഡായിട്ടെന്ന് പറഞ്ഞാല് ഞാൻ നിന്നെ പറ്റി വളരെ പ്രൗഡാണ് ആക്ച്വലി. കാരണം അല്ല, എനിക്കില്ലാത്ത കുറേ ക്വാളിറ്റീസ് ത്രേസ്യാമയ്ക്ക് ഉണ്ട്. ത്രേസ്യാമ വളരെ ആക്റ്റീവാണ്, ഞാൻ വളരെ പാസീവും. അങ്ങനെയല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഞാനും ഏകദേശം ആ ഒരു ലൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ചീഞ്ഞ മണം അല്ല വേണ്ടല്ലേ, ആ ഒരു നല്ല മണം, ആ ഒരു നല്ല മണമൊക്കെ എനിക്കും അത്യാവശ്യം കിട്ടി തുടങ്ങി. ഓക്കെയാണ് ഇപ്പം ഞാൻ. കാരണം പിന്നെ എനിക്ക് എനിക്ക് ഒരു അഭിമാനം തോന്നിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ, ഇവള് ഇടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്, അതായത് ലീഗൽ അവയർനെസ് ക്ലാസ്സുകൾ കോളേജുകളിൽ എടുക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പം ഞാൻ പഠിച്ച കോളേജിൽ പോയ സമയത്ത് ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ, അമ്മയ്ക്കൊന്ന് വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ജോണൂസ് മാത്രമുള്ള ഹൗസുമില്ല. അപ്പോൾ ജോണൂസിനെ ഞങ്ങൾ കയ്യിലെടുത്ത് കൊണ്ടുപോയി ഇവള് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ കോളേജിൻ്റെ താഴെ ഓഡിറ്റോറിയത്തിൻ്റെ താഴെ ഒരു ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടിയിട്ട് ആ ജോണൂസിനെ കയ്യിലെടുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഒരു ഡയസ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്, അവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ അവിടെ വന്ന് എന്നോട് സംസാരിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ ചേച്ചി അവരോട് പോകുമ്പോൾ ആ ചേച്ചി പറഞ്ഞു, അയ്യോ ഞാൻ പോവാണ്, സമയം പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സാറും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ പോവാം. അപ്പോൾ ഇത് ഇത്ര ലേറ്റ് ആയെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതായത് ആ ചേച്ചി എങ്ങോട്ടോ പോകേണ്ട ചേച്ചിയാണ്, പക്ഷേ ആ ചേച്ചി കുറച്ച് ലേറ്റ് ആയിപ്പോയി അത് വഴി വരാൻ. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ചേച്ചി പറയുന്നത്, അതെ ഒരു മോൾ അവിടെ ക്ലാസ് എടുക്കണ്ട, അവളുടെ ക്ലാസ് എന്തൊരു രസമാണ്. അപ്പോൾ ഞാനത് കേട്ട് നിൽക്കുമായിരുന്നു. കേട്ട് നിന്നിട്ട് സമയം അവൾ നല്ല വിവരമുള്ള കാര്യങ്ങളാണ് പറയണേ. കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട എന്താ പോക്സോ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവൾ പറയണത്. അപ്പോൾ നല്ല ക്ലാസ്സാണ്, പക്ഷെ കേൾക്കാൻ പറ്റണില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോഴും ഇങ്ങോട്ട് ഓടിയെന്നൊക്കെ പറഞ്ഞാൽ പറയാം. പക്ഷെ ജോണും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പോയി കാണണം, ഇവിടെ എന്താണ് പറയണമെന്നൊക്കെ അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ വന്ന് പറഞ്ഞു, ലിബിൻ അവൾ ഒരു രക്ഷയില്ല, നന്നായിട്ട് ആ ക്ലാസ് എടുത്തു, ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അവൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം ഇവൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അവരിത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മേ ബി നീ എൻ്റെ ആയതുകൊണ്ടാവും എനിക്ക് അങ്ങനെ തോന്നിയത് ആ ഒരു സംഭവം. അപ്പൊ എന്നെ പറ്റി പിന്നെ ഇവർക്ക് അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ചോദിച്ചാൽ ഇങ്ങനെ കുറെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, കുറെ പാട്ടുകൾ പാടുന്നുണ്ട്, ഡിവോഷണൽ ആവട്ടെ സിനിമയിലാവട്ടെ. അപ്പൊ നമുക്ക് അതൊക്കെ അറിയുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നത് പ്രൗഡ് എന്ന് പറയുന്നത്, നമ്മൾ കല്യാണം കഴിഞ്ഞ ആ ഒരു 2-3 വീക്സിലാണ് നമ്മൾ അവിടെ ഫ്ലാറ്റിലുള്ളപ്പോൾ മാത്തുക്കുട്ടിച്ചേട്ടൻ്റെ ഒരു സിനിമയില് കുഞ്ഞൽ എന്ന് പറഞ്ഞ സിനിമയില് ലീച്ചൻ ഷാൻ റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് പാടി. അപ്പോൾ ഷാനിക്കാട് പാട്ട് പാടിയപ്പോൾ ലീച്ചൻ പറയുന്നുണ്ട്, ഞാനും കീർത്തനം കൂട്ട പാട്ട് പാടിയേക്കണം, നല്ല പാട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി മാത്തുക്കുട്ടിച്ചേട്ടൻ നമ്മളെ വിളിച്ചു. അന്ന് അവർക്ക് എറണാകുളത്തൊരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോ കഴിയുന്ന സമയത്ത് നീ വരികയാണെങ്കിൽ ഞാൻ ആ പാട്ട് കേൾപ്പിച്ചാൽ അതിൻ്റെ മിക്സ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരട്ടെ ലീച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടിക്കയറി പോയി, മാത്തുക്കുട്ടിച്ചേട്ടനൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാടിക്കയറി പോയി. അങ്ങനെ പോയി ആ പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂട്ട് ഇയർഫോണിലവരാണ് ഇങ്ങനെ ഞങ്ങൾ കേട്ടു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു. ലീച്ചന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മാത്തുക്കുട്ടി ചേട്ടനോട് പറയുന്നേ അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി പാട്ട് കേട്ടിട്ടുണ്ട് മുമ്പ്, കാരണം ഞാൻ പാടുമ്പോൾ ഞാൻ വളരെ ആസ്വദിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട്. ഷാനിക്കയുടെ പാട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്കും അതെ, സത്യം പറഞ്ഞാൽ ഷാനിക്കയുടെ ഒത്തിരി പാട്ടുകൾ നല്ല രസമാണ്. പക്ഷെ അത് ഞങ്ങളത് മേ ബി ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നു പോയതുകൊണ്ടാവും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് റെക്കോർഡ് ചെയ്ത്. ഷാനിക്കയ്ക്ക് പ്രത്യേകിച്ച് ഒരു സംഭവം എന്ന് വെച്ചാൽ, ഷാനിക്ക പാട്ട് ഒരു ലൈൻ കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ കുറെ സംഭവങ്ങളോട് പുള്ളിക്കാരൻ. അപ്പൊ ഞാനത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആവും, നമുക്കും നന്നായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരും. അപ്പൊ ഞാൻ ആ പാട്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് മിക്സും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇവള് ആ പാട്ട് ഫസ്റ്റ് ടൈം കേട്ടത് എൻജോയ് ചെയ്യാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുമ്പോൾ ഈ പാട്ട് ഇത്ര നല്ല പാട്ടാണ്. പക്ഷെ എനിക്ക് ആ പാട്ടിലൊരു സങ്കടം എന്ന് വെച്ചാൽ, ആ പാട്ട് ഒരുപാട് ആളുകളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പെൺപൂവ എന്നാണ് ആ പാട്ടിന്റെ ഒരു നല്ല പാട്ടാണ്. ഞാൻ കീർത്തനോട് പാടി കുഞ്ഞതുപോലെ. അപ്പൊ ആ പാട്ടൊന്ന് കേട്ട് പോകണം.
അതാണ് എന്റെ ഒരു പ്രൗഡ് മൊമെന്റ്. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി മനുഷ്യനെ വേറെ ഒരു പണിക്കും വിടില്ല, പാട്ട് പാടാൻ മാത്രമേ വിടുള്ളൂ. അപ്പൊ അതാണ് എന്റെ പ്രൗഡ് മൊമെന്റ്. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇനി ചോദ്യങ്ങൾ പിന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ? നിനക്ക് തന്ന ഗിഫ്റ്റ് എന്താന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ. എനിക്ക് ഇവിടെ തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കല്യാണത്തിന് മുമ്പുള്ള ഗിഫ്റ്റാണ്. ആദ്യമായിട്ട് തന്നത് ആ ഗിഫ്റ്റ് ഇട്ടിട്ടാണ്, അതായത് ആ ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ മനോരഞ്ജിനി സുരംഗനി, അതെ, അത് എനിക്ക് ആ ഒരു ഇവളുടെ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഷർട്ട് ഇട്ടിട്ട് തന്നെ പാടിയത്. അതിൽ നല്ല ഷർട്ടുകളൊക്കെ മേ ബി എനിക്ക് ഇടാൻ പറ്റുമായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ അവളുടെ ഒരു പ്രാർത്ഥനയും കൂടെ അവൾ എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കും, എനിക്ക് അവളുടെ പ്രാർത്ഥനയും കൂടെ എനിക്ക് കിട്ടാൻ വേണ്ടി. ഞാൻ ഫിനാലേക്ക് പോകുമ്പോ അന്ന് ഇവർക്ക് ഫോണൊന്നും അല്ല, ഇവിടെ അല്ല, രാവിലെ പോവാന്ന് പറഞ്ഞ് വിളിച്ചു, കഴിഞ്ഞ് തിരിച്ചെന്നെ വിളിച്ച് എനിക്ക് ഇങ്ങനെ കിട്ടിയെന്ന് പറയുന്ന വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ഷർട്ട് ഇട്ടത്. അതാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത്. പിന്നെ ഞാനൊരു ഓട്ടോ ഓടിയിട്ടുണ്ട്, അതായത് എൻ്റെ ഒരു നെയ്ബർ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത്, ഒരു കേക്ക് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കോവിഡിൻ്റെ ഇടയ്ക്കാണ്, അത്ര റിസ്ക് എടുത്ത ഒരാൾ ഒരു കേക്കുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു, കൂടെ കുറച്ച് ഗിഫ്റ്റുകൾ സാധനം എന്തൊക്കെ ഉണ്ട്. അപ്പൊ അത് എനിക്കത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഞാനത് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാനൊരു വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ത്രേസ്യാമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് അത് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അതാണ് എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റിലുള്ളൊരു ഓർമ്മ. ഞാൻ നിനക്ക് എന്താ തന്നെ? എനിക്ക് ലിവിച്ചൻ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്റെ സൈസ് ഒന്നും അങ്ങനെ അറിയില്ല. കല്യാണത്തിന് മുമ്പ് ലിവിച്ചൻ എനിക്കൊരു ഷൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇട്ട് നോക്കിയപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കറക്റ്റ് സൈസ്. അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. ഷൂ അങ്ങനെ ഷൂ ഞാൻ വിചാരിച്ചു വല്ല നല്ല സാധനമൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് കൊറേ സാധനങ്ങളൊക്കെ. പക്ഷെ ഞാൻ നീ മറന്നുപോയൊരു സാധനം ഉണ്ട്. ഞാൻ നിനക്ക് ഫോൺ മേടിച്ചെന്ന് ഓർമ്മയുണ്ടാ? സോറി അതാട്ടോ ഏറ്റവും നല്ലത്. അതായത് കല്യാണത്തിന് എനിക്ക് പപ്പ ഒരു ഫോൺ വാങ്ങിച്ചു തന്നു. എന്റെ പപ്പ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നു കല്യാണത്തിന്റെ സമയത്ത്. അപ്പൊ അത് പക്ഷെ ഭയങ്കര വലിപ്പാ. അപ്പൊ എനിക്കത് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. പ്രശ്നം വെച്ചാൽ ഇവിടെ ആ ഫോൺ കൊണ്ട് എവിടെ പോയാലും എനിക്ക് വിശ്വാസമില്ല, കാരണം എവിടെയെങ്കിലും വെക്കും, കൈ പിടിക്കില്ല. അപ്പൊ അത് അങ്ങനെ അവിടെ മറന്നു വെച്ചിട്ട് പോകും, തിരിച്ചു പോകും, എടുത്തിട്ട് വരും. അപ്പൊ അങ്ങനെ ഇരിക്കും. നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് എന്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും താമസിച്ചിരുന്നത്. അപ്പൊ ആ ചേട്ടന്റെ കയ്യില് എന്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ SE പോലത്തെ ഐഫോൺ 7 ഫോണുണ്ട്. അപ്പൊ ഞാനത് പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ എന്ത് സുഖം വെച്ചത് പിടിക്കാൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോണായിരുന്നെങ്കിൽ ഇത് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലീച്ചൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാനന്ന് പ്രഗ്നൻ്റാ, ജോണുവിനെ ഒരു 3 months ഒക്കെ പ്രഗ്നൻ്റ് തുടക്കത്തിലാണ്. അപ്പോൾ ലീച്ചൻ ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് താഴെ പോയി തിരിച്ചു വന്നിട്ട് എനിക്കൊരു ബോക്സ് തന്നു. ഞാനത് അയ്യോ അതോട്ടോ ശരിക്കും എനിക്ക് ഏറ്റവും ഇത്രയും നല്ല ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ട് സോറി അയ്യോ അതാ ശരിയാ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ അത് കണ്ടോ ഇപ്പൊ അതായത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എനിക്കാണ് ഓർമ്മയില്ല, ശരിക്കും ആർക്കാണോ ഓർമ്മക്കുറവ്? രണ്ടും. പക്ഷെ ഇതാണ് ഫോണാണ് മെയിൻ. ഓക്കെ, അപ്പൊ അതാണ് ഗിഫ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇപ്പൊ അധികം ചോദ്യങ്ങളൊക്കെ വേണ്ട, ഇത് മറന്നു അതെ, അത് വെറുതെ അലമ്പാവും. അപ്പൊ എനിക്ക് 4 വർഷങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഞങ്ങള് എന്താ പറയാ, ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നല്ല 2 മക്കളെ തന്നു. അപ്പൊ സന്തോഷം, ഒത്തിരി ഹാപ്പിയാണ്. വിഷമങ്ങളൊക്കെ ഉണ്ടാവും, വിഷമം വേണം ലൈഫില്. കാരണം ഒരു ഇറക്കം ഇറങ്ങിയെങ്കിലേ അടുത്ത കയറ്റം കയറുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയാ ഒരു കയറ്റം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ലൈഫിൽ വേണം. എല്ലാവരും അവരുടെ നല്ല കാര്യങ്ങളാണ് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മറക്കുക, മറ്റുള്ളവരുള്ള ദേഷ്യങ്ങളൊക്കെ മറക്കുക. ഒരാളുടെ ദേഷ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ അവരോട് പോയി ഹായ് എന്തുണ്ട് വിശേഷം എന്ന് വെച്ചാൽ അത് മാറും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അവര് നമ്മുടെ പുറകിൽ നിന്ന് എന്തുവാണെങ്കിലും പറയട്ടെ, നമ്മുടെ മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇനി അടുത്ത വർഷം ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. 100 വർഷം ചെറിയ ആഗ്രഹമൊന്നുമില്ല എന്തായാലും. അതെ, അപ്പൊ അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ, യാത്രകൾ, നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് നല്ല അറിവുകൾ ലഭിക്കുന്ന വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ബൈ.